ഒരു 200ഓളം ഇതുണ്ടോ ഇത് ഇന്നലെ ഒരു 15 മിനിറ്റ് കൊണ്ട് ചെയ്ത പരിപാടിയാണ്. രണ്ട് പന്നിയുള്ളായിരുന്നു. ഇത് വച്ചിട്ട് 6 മാസമേ ആയുള്ളൂ. ഇപ്പം നമുക്ക് 20ഓളം തൈ ഈ കാട്ടുപന്നി ഒടിച്ച് കളഞ്ഞിരിക്കുക. മരച്ചീനി ശരിക്ക് എടുത്തുണ്ട്. അതുപോലെ തന്നെ വാഴ പോകുന്ന വഴിക്കുള്ള വാഴയെല്ലാം ഇടിച്ച് മറിക്കുന്നുണ്ട്. കൊലച്ച വാഴ ഇടിച്ച് മറിക്കുന്നത്. ഒരു വിധത്തിലും കൃഷി ചെയ്ത് ഇവിടെ നിന്നല്ല ഈ നമ്മുടെ ഈ ലൊക്കേഷൻ മുഴുവൻ ഞാൻ എൻ്റെ സ്വന്തം നിലം ഉൾപ്പെടെ നിലം കൃഷി ഉപേക്ഷിച്ചിരിക്കുക. കാര്യം നെറ്റിട്ട് 4-5 ലക്ഷം രൂപ മുടക്കിയാൽ നെറ്റിട്ടത്. ആ നെറ്റ് മൈൻഡില്ലാതെ ഇടിച്ച് അതിനകത്തൂടെ കയറുന്നത്. ഒരു പൂച്ച കയറുന്ന ദ്വാരത്തിലാണ് ഈ പന്നി കയറുന്നത്. ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ്, അഞ്ചൽ, അഗസ്തിക്കോട്. Contact 94472 44659 89218 37847. കാട്ടുമൃഗശല്യം രൂക്ഷമായതിനെ തുടർന്ന് കൃഷി ഉപേക്ഷിക്കുന്നതായി കർഷകർ. ഏരൂർ പഞ്ചായത്തിലെ നടുക്കുന്നുംപുറം സ്വദേശികളായ കർഷകരാണ് കൃഷി ഉപേക്ഷിക്കുവാൻ നിർബന്ധിതരായിരിക്കുന്നത്. ഏരൂർ ആദർശ് ഭവനിൽ സുദർശനൻ എന്ന കർഷകൻ തന്റെ ഉടമസ്ഥതയിലുള്ള 5 ഏക്കർ ഭൂമിയിൽ നട്ട റബ്ബർ തൈകൾക്ക് ഇടവിളയായി കൃഷി ചെയ്ത മരച്ചീനി, വാഴ എന്നിവ കാട്ടുപന്നികൾ കൂട്ടമായി എത്തി നശിപ്പിച്ചു. ഒപ്പം റബ്ബർ തൈകളും കുത്തിമറിച്ചിട്ടിരിക്കുകയാണ്. കൃഷിയിടത്തിന് ചുറ്റും വേലി കെട്ടിയിരുന്നുവെങ്കിലും അത് തകർത്താണ് കാട്ടുപന്നികൾ അകത്ത് കയറി വിളകൾ നശിപ്പിച്ചിരിക്കുന്നത്. പന്നികളെ കൂടാതെ കുരങ്ങുകളുടെയും തെരുവ് നായ്ക്കളുടെയും ശല്യം മൂലം നാട്ടുകാർ ഏറെ വിഷമിക്കുകയാണ്. എൻ്റെ പേര് സുദർശനൻ. ഏരൂർ നടുക്കുന്നുംപുറത്താണ് താമസിക്കുന്നത്. എനിക്ക് സ്വന്തമായിട്ടും പാട്ടത്തിനടുത്തും ഒരുപാട് കൃഷികൾ എൻ്റെ നിലവിലുണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം ഇപ്പം ഞാൻ ഉപേക്ഷിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. കാട്ടുപന്നിയുടെ ആക്രമണം, തെരുവുനാളുടെ ശല്യം, ഒരു വിധത്തിലും കൃഷി ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഈ 5 ഏക്കറിനകത്ത് കൃഷി ഇറക്കിയിട്ടുണ്ട്. അത് 20 ലക്ഷത്തോളം രൂപ മുടക്കിയാണ് സൈഡ് കെട്ടി ഈ നെറ്റെല്ലാം ഇട്ട് കൃഷി ഇറക്കിയത്. ഇപ്പോൾ ആദായം എടുക്കുന്ന സമയമായപ്പോഴത്തേക്ക് ചീനി ഏതാണ്ട് 350 മൂടോളം പന്നി നശിപ്പിച്ചു കഴിഞ്ഞു. അതുപോലെ റബ്ബർ തൈ 6 മാസമേ ഉള്ളൂ റബ്ബർ തൈ നട്ടിട്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇന്നലെ കൂടെ ആയപ്പോഴത്തേക്ക് 85 തൈ പൂർണ്ണമായി എടുത്തു കളഞ്ഞു. അതുപോലെ തന്നെ വാഴ, കൊലച്ച വാഴ പോകുന്ന വഴിക്ക് ഇടിച്ച് മറിച്ചാൽ പോവുക. അതുപോലെ മറ്റ് പച്ചക്കറിയിൽ ഇത് പോകുന്ന വഴിക്ക് എന്ത് നിൽക്കുന്നോ നശിപ്പിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇന്നലെ ഞാനിത് വൈകിട്ട് 5:50 ആയപ്പോഴും ഇവിടെ ചീനി പിഴുതുകൊണ്ട് നിൽക്കുന്നു. ഇതിൻ്റെ ഈ നെറ്റിൻ്റെ അടിയിൽ കൂടാണ്. ഒരു പൂച്ച കയറാനുള്ള ദ്വാരം ഇട്ടുകൊണ്ടാണ് ഈ പന്നി ഇടിച്ച് കയറുന്നത്. ഞങ്ങളതിൻ്റെ പിറകെ പോകുന്നുള്ള ഭയങ്കര ഓട്ടമായിട്ട് ഓടുന്നത്. നമ്മുടെ ലാസ്റ്റ് എൻഡിൽ ചെന്ന് പിന്നെ എങ്ങോട്ട് പോയെന്ന് കണ്ടില്ല. അത് കഴിഞ്ഞ് ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പം വന്നപ്പോഴാണ് 2 പന്നി ചീനി തിന്നുകൊണ്ടിരിക്കുകയാണ്. ടോർച്ചിൻ്റെ വെട്ടം കണ്ടുകൊണ്ട് നേരെ താഴോട്ട് പോയി. അപ്പോൾ ഞാൻ വേറൊരാളെ കൂടെ വിളിച്ച് ഞങ്ങൾ പോയി പടക്കമൊക്കെ പൊട്ടിച്ച് ഇത് നേരെ അടുത്ത വയലിൽ ചാടിയിട്ട് അടിയിൽ കമ്പി വേലി, അതിൻ്റെ കീഴിൽ കൂടെ വയലിൽ ചാടി. അപ്പോൾ അവിടെ ഒരുപാട് ചീനികൾ നശിപ്പിച്ചെന്ന് പറയുന്നു. പഞ്ചായത്തിലൊക്കെ പറയുന്നുണ്ട്. പഞ്ചായത്തിലൊക്കെ പറഞ്ഞിട്ട് വെറുതെ പിന്നെ അപേക്ഷ എടുത്ത് കൊടുത്താലും പിന്നെ അതിനെക്കുറിച്ച് അനക്കമില്ല. ഞാൻ MLA നേരിട്ട് കണ്ടു. MLA അങ്ങനെ DF ഒക്കെ വിളിച്ച് അപ്പോൾ അത് ഷൂട്ട് ചെയ്യാനുള്ള ആളിനെ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഷൂട്ട് ചെയ്യാൻ വരുന്നവർക്ക് ഏരിയ അറിയത്തില്ലല്ലോ. അപ്പോൾ ഞാൻ നേതൃത്വം വഹിച്ചും കൊണ്ട് 4 ഭാഗത്തും ആൾക്കാരെ 4 ഭാഗത്തും അറേഞ്ച് ചെയ്ത് നിർത്തി ഈ ഷൂട്ട് ചെയ്യാൻ വരുന്നവർക്ക് സഹായിച്ചു കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യാവുന്ന പ്രസിഡന്റിനെ വിളിച്ച് MLA അന്നേരം അപ്പോൾ തന്നെ പറയുകയും ചെയ്ത് DFOയും വിളിച്ച് വിവരം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് നശിപ്പിച്ചു തന്നില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാനൊന്നല്ല, നമ്മുടെ ഈ പ്രദേശമേ കൃഷി അന്യോന്യം നിന്ന് പോവുകയാണ്. ഇതുകൊണ്ട് മാത്രം ജീവിക്കുന്നവരെന്ത് ചെയ്യും? കാരണം ജോലിക്ക് തൊഴിലാളികൾ പട്ടിണി ആവത്തില്ലേ? ഇപ്പം നമുക്ക് തന്നെ എത്രയോ തൊഴിലാളികളാണ് മുടക്കിയ പൈസയുടെ. എന്നാലും ഇത് എങ്ങനെ മുടക്കിയാലും ഇത് പകുതി 3/4 ഭാഗം പോലും നമുക്ക് കിട്ടത്തില്ല. പിന്നെ പുരയിടം മേടിച്ചിട്ട് കാട് കയറ്റിയിടേണ്ട അയലുകാർക്ക് ശല്യം ഉണ്ടാകുന്നുണ്ടോ എന്ന് വിചാരിച്ചാൽ നമ്മളിത് ചെയ്യുന്നത്. അപ്പം നെൽകൃഷി തന്നെ ചെയ്തിട്ട് എനിക്ക് ഓരോ കൃഷിക്ക് വേണ്ട 20,000 രൂപ 30,000 നഷ്ടം. എന്നിട്ടും നമ്മൾ ചെയ്യുന്നു. ഇപ്പം ഇപ്പോൾ 2ാം വിള ഇട്ടത് മിക്കതും പന്നി ഇറങ്ങി നിരത്തി ഇട്ടിരിക്കുകയാണ്. ഈ പന്നി ആക്രമിക്കുന്ന മൃഗങ്ങളെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഇത് സങ്കടം തോന്നുമ്പോൾ നമ്മൾ ഇതിനെ കൈ കിട്ടിയാൽ നമ്മൾ ഉപദ്രവിക്കും. ഉടനെ നമ്മുടെ പേരിൽ കേസുണ്ട്. ഇപ്പം ഞാനെന്നല്ല, ആരെങ്കിലും ഇതിനെ ഉപദ്രവിച്ചാൽ അവരുടെ പേരിൽ കേസ്. ഇപ്പോൾ തെരുവുനായ തന്നെ ഒരു 50 തെരുവുനായ ഉണ്ട് ഈ പുരാണങ്ങൾ. ഈ ഓരോ പച്ചക്കറി സാധനം ഒന്നും മൊത്തം ചവിട്ടി ഓടിച്ച് അതിൽ കിടന്ന് പറഞ്ഞാൽ ചീനിയുടെ മൂടുകളൊക്കെ മൊത്തം ഒരു മൂടിൻ്റെ മൂട്ടിലും മാന്താത്തല്ലോ, മാന്തി കിടക്കുക, കുട്ടികളുമായിട്ട് കിടക്കുക. ഇതിനെയൊക്കെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരെ കേസാണ്. ബാങ്കുകളിൽ നിന്നും വായ്പയെടുത്തും സ്വർണം പണയം വെച്ചും സുഹൃത്തുക്കളിൽ നിന്നും കടം വാങ്ങിയുമാണ് കർഷകർ കൃഷി ഇറക്കിയിട്ടുള്ളത്. ഇതിന്റെ തിരിച്ചടവ് മുടങ്ങുന്നതോടെ വലിയ സാമ്പത്തിക ബാധ്യതയാണ് കർഷകർക്കുണ്ടാകുന്നത്. കൃഷി നശിച്ച വിവരം ജനപ്രതിനിധികളെയും ഗ്രാമപഞ്ചായത്ത് ഓഫീസ്, കൃഷിഭവൻ, ഫോറസ്റ്റ് ഓഫീസ് എന്നിവിടങ്ങളിൽ പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിലും പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല. കാട്ടുമൃഗശല്യത്തിൽ നിന്നും കർഷകരെ രക്ഷിക്കുന്നതിന് സർക്കാരിൽ നിന്നും അടിയന്തരമായ നടപടി ഉണ്ടാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്.
ന്യൂസ് ഡെസ്ക് ജില്ലാ വിഷൻ ഏരൂർ. ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് 30 വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തതയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം. കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം 3D പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു. കൺസ്ട്രക്ഷൻ, ഇന്റീരിയർ ഡിസൈൻ, റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്. Bima Building Contractors, Anjal, Agastikoda. Contact 94472 44659 89218 37847.